ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കോഴിക്കോട് നിന്ന് എടപ്പള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. സാധാരണ ഞങ്ങൾ ട്രെയിനിലാണ് പോവാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാർ എടുത്തിട്ട് പോവുകയാണ്. വൈകിട്ട് ഏകദേശം 6 മണിക്കാണ് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കിഷുക്കുട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം കാറിൽ കയറിയ പാടെ ഉറങ്ങിപ്പോയി. യദുചേട്ടനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാണ്, അമ്മയാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സമയം കാണിക്കുന്നത് ഏകദേശം 12 മണിക്ക് ഞങ്ങൾ എടപ്പള്ളിയിൽ എത്തുമെന്നാണ് കാണിക്കുന്നത്. ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിലും ബ്ലോക്കൊക്കെ കിട്ടിയാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഒരു ചായയും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. കിഷുവിനാണെങ്കിൽ നമ്മൾ കാറിൽ വെച്ച് വെള്ളയപ്പവും കറിയൊക്കെ നമ്മൾ എടുത്തിരുന്നു. കിഷുക്കുട്ടനെ കഴിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കിഷുക്കുട്ടൻ കാറിൽ കിടന്ന് ഉറങ്ങിയത്. കിഷുക്കുട്ടനും എണീറ്റ കാരണം കിഷുക്കുട്ടനെ പല കാഴ്ചകളും കാണാൻ പറ്റി. റോഡിലാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്നു, മത്താപ്പ് പൊട്ടിക്കുന്നു, അങ്ങനെ പല പല ആഘോഷങ്ങളായിരുന്നു റോഡിൽ. അപ്പോൾ അതൊക്കെ കിഷുക്കുട്ടനെ കാണാൻ പറ്റി. അങ്ങനെ പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട്. ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ കാറ് കൊണ്ടുപോയിട്ട് എടപ്പള്ളിയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇടുക എന്നുള്ളതാണ്. തിരിച്ച് ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരാൻ ട്രെയിനിലായിരിക്കും. ഈ ലോറികളെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ നമ്മൾ മുമ്പിലോട്ട് എത്തി. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയൊക്കെ ആവാറായി. നൈറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത്, അതും ഒരു 5-6 മണിക്കൂറൊക്കെ കാറിലിരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. കിഷു ആണെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ്. ഇനി എടപ്പള്ളിയിലെ വീട്ടിൽ പോയിട്ടാണെങ്കിലും അവിടെ പോവുക, ഉറങ്ങുക, പിറ്റേന്ന് രാവിലെ എണീക്കുക, അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോവുക. പിന്നെ കിഷുക്കുട്ടന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുക. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഇപ്പോൾ ഈ യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പിറ്റേന്ന് ഞായറാഴ്ച വൈകിട്ടത്തെ ട്രെയിനിന് നമ്മൾ തിരിച്ച് കോഴിക്കോട്ടിലേക്ക് എത്തും. അങ്ങനെ സൺഡേ ഞങ്ങൾ കിഷുക്കുട്ടനും അവൻ്റെ അച്ഛനും ഒക്കെ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് എറണാകുളം ഷീമാട്ടിയിലേക്ക് എത്തി. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ട്രെയിൻ കയറാനായിട്ട് ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. കിഷുക്കുട്ടനും അച്ഛമ്മയും കൂടി ബാഗിൽ എന്തൊക്കെയോ തപ്പി നോക്കുവാണ് എടുത്തിട്ടുണ്ടോയെന്ന്. സൺഡേ ആയ കാരണം ട്രെയിനിലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ശനിയാഴ്ച രാത്രി എടപ്പള്ളിയിലെത്തി. ഞായറാഴ്ച രാത്രി ഞങ്ങൾ കോഴിക്കോടെത്തി. ഇനിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.